നന്ദി രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, മനുഷ്യർ ജൈവികമായ അടിമത്വം അത് 1948 മനുഷ്യാവകാശ പ്രഖ്യാപനത്തോടുകൂടി അവസാനിച്ചു. എന്നാൽ ഇന്നും ലോകത്ത് മനുഷ്യരുടെ ബൗദ്ധികമായ അടിമത്വം തുടർന്നുകൊണ്ടിരിക്കുന്നു. 4000 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ക്രൂരന്മാരായ ആര്യന്മാർ ഇവിടെയുള്ള ദ്രാവിഡന്മാരായ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച ഒരു തത്വചിന്തയാണ്, ഒരു ദർശനമാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹൈന്ദവ ദർശനത്തിൻ്റെയോ അതല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സനാതന മൂല്യങ്ങളുടെയോ യാതൊരു വിധത്തിലുമുള്ള പിന്തുണയില്ലാത്ത, ഒരു മതവേദ ഗ്രന്ഥത്തിൻ്റെയും അടിത്തറയില്ലാത്ത ഒരു നീചമായ ചാതുർവർണ്ണ്യമെന്ന് പറയുന്ന മനുഷ്യരെ ബൗദ്ധികമായി അടിമകളാക്കി വെക്കുന്ന ദർശനം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ആര്യന്മാർ പ്രചരിപ്പിച്ചു. അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദളിതന്മാരായ പാവം മനുഷ്യരെ അവരെ ഉടുതുണിയുരിഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലുന്നത്, അവൻ്റെ മുഖത്ത് മൂത്രമൊഴിക്കാൻ ഒരു മടിയും കാണിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ബൗദ്ധികമായ അടിമത്വം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാം വ്യതിരിക്തമായി നിൽക്കുന്നത് ഇവിടെയാണ്. മനുഷ്യർ തമ്മിൽ ഉച്ചനീചത്വങ്ങളില്ല. ഇസ്ലാമിന് എന്താണ് ലോകത്തോട് പറയാനുള്ളത്? അത് ഒന്നാമത്തേത്, മനുഷ്യരെ നിങ്ങൾക്കിടയിലുള്ള യാതൊരു ഉച്ചനീചത്വവും നിങ്ങളുടെ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാൻ പറഞ്ഞതല്ല. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് മാത്രം, മനുഷ്യർ തങ്ങളുടെ ചൂഷണ ബോധം കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു പാവം മനുഷ്യനെ കാറിൽ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കാടൻ പ്രവർത്തനത്തിന് കേരളം സാക്ഷിയായി. ഇതുപോലെ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന 560 പരം വരുന്ന ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് മനുഷ്യത്വപരമായ യാതൊരു അവകാശത്തിനും അവർ അർഹരല്ല എന്ന് ഉത്തരേന്ത്യ, ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് ആണെങ്കിലും ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP മുഖ്യമന്ത്രിയാണെങ്കിലും ഇവരൊക്കെയും മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം എന്ന് പറയുന്നത് അവിടെയൊക്കെയും ജീവിക്കുന്ന പാവം ആദിവാസികൾക്ക്, ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മനുഷ്യരുടെ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് അവിടെ മുന്നോട്ട് പോകുമ്പോൾ ഖുർആൻ ഇന്ത്യയിൽ ജീവിക്കുന്ന 560 പരം ആദിവാസി ഗോത്രങ്ങളെക്കുറിച്ച് എന്താണ് ഖുർആനിന് പറയാനുള്ളത്? വലക്കത് കറംനാ ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. കുറിച്യൻ വിഭാഗത്തിൽപ്പെട്ട, നായ്ക്കൽ വിഭാഗത്തിൽപ്പെട്ട, ഏതേത് വിഭാഗത്തിൽപ്പെട്ട ആദിവാസി പിന്നോക്ക ജനവിഭാഗമുണ്ടോ അവർ മനുഷ്യരാണോ എങ്കിൽ അവൻ ആദരിക്കപ്പെടേണ്ടവനാണ്. മനുഷ്യൻ എന്ന നിലയിൽ അവൻ ആദരിക്കപ്പെടണം. ഇതാണ് ലോകത്തോട് ഇസ്ലാമിന് പറയാനുള്ളത്. ഒന്നാമത്തെ ദർശനം, മനുഷ്യർക്കിടയിൽ യാതൊരു വിധത്തിലുള്ള ഉച്ചനീചത്വങ്ങളും പാടില്ല. 2, എന്താണ് ആത്മീയത? നേരത്തെ സൂചിപ്പിച്ചു, ലോകത്ത് ഒരു ആത്മീയത കടന്നുപോയിട്ടുണ്ട്. എന്തേ? ലോകത്ത് മതങ്ങളെക്കുറിച്ച് പിന്തിരിപ്പൻ എന്ന, പഴഞ്ചൻ എന്ന, ശാസ്ത്രവിരുദ്ധമെന്ന തെറ്റായ കാഴ്ചപ്പാട് ലോകത്തുണ്ടാവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, മധ്യകാല നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു മതദർശനമുണ്ട്. ആ മതദർശനം എന്ന് പറയുന്നത് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ, ശാസ്ത്രജ്ഞന്മാരെ ചുട്ടുകൊന്ന ഒരു അനുഭവമുള്ള മതത്തിന്റെ ദർശനം. ആ മതത്തെ കണ്ടുകൊണ്ടാണ് ലോകത്ത് പലരും പറഞ്ഞത് മതമെന്ന് പറയുന്നത് പഴഞ്ചനാണ്, പിന്തിരിപ്പനാണ് എന്ന് പറയാനുള്ള കാരണം. ഇവിടെയാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ള ആത്മീയ ദർശനം എന്ന് പറയുന്നത്
എന്തുകൊണ്ട് എന്ന ചോദ്യം എത്രമാത്രം ഉയർന്നു വരുന്നുവോ അവിടെയാണ് ഇസ്ലാം വളർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളുകൾ പലപ്പോഴും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇന്ന് നേരത്തെ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സൂചിപ്പിച്ച സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സഹോദരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണത്? എന്തുകൊണ്ട് എന്ന ചോദ്യത്തെ നേരിടുവാൻ, മനുഷ്യന്റെ ബുദ്ധിപരമായ ചോദ്യത്തെ നേരിടാൻ മതങ്ങൾ സന്നദ്ധമല്ല. മതങ്ങൾ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ്. എന്നാൽ ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ള ഒന്ന്, നിങ്ങളുടെ ചോദ്യങ്ങൾ എവിടെ തുടങ്ങുന്നുവോ അവിടെയാണ് ഇസ്ലാം തുടങ്ങുന്നത്. എപ്പോൾ ചോദ്യങ്ങളില്ലാതെ പോകുന്നുവോ അവിടെ ഇസ്ലാമിക ദർശനത്തിന്റെ അപ്രത്യക്ഷമാകുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ 500-ലേറെ ആയത്തുകൾ മനുഷ്യരുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ്. കാരണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ. എന്താണ് ആത്മീയത? ഇന്നിപ്പോ ആത്മീയത എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള, സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള മാർഗമായിട്ട് ഒരു ഭാഗത്ത് അധപ്പതിച്ചിരിക്കുന്നു. മറുഭാഗത്ത് ആയുധ കച്ചവടത്തിനുള്ള മാർഗമായിട്ട് ആത്മീയത മാറിക്കൊണ്ടിരിക്കുന്നു. വേറൊരു ഭാഗത്ത് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യരെ അടിമകളാക്കി വെക്കാനുള്ളതായി മാറിയിരിക്കുന്നു. എന്നാൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ അഫലാ തതദബ്ബറൂൻ അഫലാ തുബ്സിറൂൻ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? കണ്ണു തുറന്ന് നോക്കുന്നില്ലേ? ഈ ചോദ്യമാണ് ഇസ്ലാമിന്റെ ആത്മീയതയുടെ അടിത്തറ എന്ന് പറയുന്നത്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബുദ്ധി ഉപയോഗിക്കുക എന്ന് പറയുന്നത് മതത്തിന് അനുഗുണമല്ല എന്ന തെറ്റായ ധാരണയിലാണ് മുസ്ലിം പണ്ഡിതന്മാരിൽ പോലും പലരുമുള്ളത്. എന്നാൽ ഖുർആനിന്റെ ആശയം എന്ന് പറയുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളണം. ഏകദൈവ ആരാധനയെ ഉൾക്കൊള്ളണം. എങ്ങനെ? അറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിയിട്ട്. അതിന് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ, അവസാനത്തെ ഭാഗമായ 30-ാമത്തെ ജുസ്ഇൽ ഉടനീളം സൂചിപ്പിക്കുന്ന ഒന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? അഫലാ യൻളുറൂന ഇലൽ ഇബ്രി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത്. മനുഷ്യരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ? ഗോളശാസ്ത്രം പഠിക്കുന്നില്ലേ എന്നാണ് ആ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. അതുകൊണ്ടാണ് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ സാധിക്കും, ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനെ, പല മത വിഭാഗങ്ങളും പല മതത്തിൻ്റെയും പേരുകളിൽ ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ള അനുഭവം ലോകം സാക്ഷിയാണ്. എന്നാൽ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞനെ പീഡിപ്പിച്ച ചരിത്രം ലോകത്ത് എവിടെയും കാണാൻ സാധിക്കുകയില്ല. എന്താണ് കാരണം? അതിന്റെ കാരണം ശാസ്ത്രം വളരുമ്പോഴാണ് ഇസ്ലാമിന്റെ വളർച്ച പൂർത്തിയാവുന്നത്. എന്തുകൊണ്ടെന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഇസ്ലാമിക വിശ്വാസം അത് രൂഢമൂലമായി തീരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ സൂചിപ്പിച്ചത്, മനുഷ്യരെ, നിങ്ങൾ അന്ധമായിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കണ്ട. മനുഷ്യരോട് നിങ്ങൾ അന്ധമായി അള്ളാഹുവിൽ വിശ്വസിക്കാൻ പോലും ഖുർആൻ ആവശ്യപ്പെടുന്നില്ല. ഇനി തെറ്റിദ്ധാരണ പരത്തേണ്ട ആവശ്യമില്ല. പലർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സംഘടനയുടെയും ആളുകൾക്ക് അക്ഷരത്തിൽ പിടിച്ച് എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതാണ് പലരും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കരിപ്പൂർ സമ്മേളനത്തിൽ ജാബിർ റഹ്മാനി പറഞ്ഞൊരു വാചകം, ഇതേ വാചകമാണ് തെറ്റിദ്ധരിപ്പിച്ചത്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഖുർആൻ മനുഷ്യരുടെ മുന്നിലേക്ക് വെക്കുന്നത്, മനുഷ്യരെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് സൂറത്ത് നബ മുതൽ ഇങ്ങോട്ട് സൂറത്തു നാസ് വരെയുള്ള എല്ലാ ആയത്തുകളിലും, എല്ലാ സൂറത്തുകളിലും ശാസ്ത്രീയമായ ശാസ്ത്ര സത്യങ്ങളെ എടുത്തെടുത്തിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്തിനാണ് ഇവിടെ ദൈവാസ്തിക്യത്തെ നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളാണ്? അത് പുതിയൊരു സാധനം കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും എക്സ് ഹിന്ദു കേട്ടിട്ടുണ്ടോ?
എക്സ് ക്രിസ്ത്യാനി കേട്ടിട്ടുണ്ടോ? എക്സ് കമ്മ്യൂണിസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമോഫോബിയയുടെ പുതിയ പുതിയ രൂപഭാവങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സ് മുസ്ലിം എന്നൊരു സാധനം ഉടലെടുത്തത്. എന്താ പറയണത്? മതവിശ്വാസം എന്ന് പറയുന്നത്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ ക്ഷയിപ്പിച്ചു കളയുന്നതാണ്. എന്നാൽ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെയല്ല. മനുഷ്യരെ, നിങ്ങൾ ഈ കണ്ട ചെറിയ ചെറിയ അല്ലറ ചില്ലറ തർക്കങ്ങൾ മാറ്റിവെച്ച് ഗോളശാസ്ത്രം ഒന്ന് പഠിച്ചു നോക്കൂ. അണ്ടകടാഹങ്ങളിലുടനീളം നീണ്ടുകിടക്കുന്ന ഗാലക്സികളെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ക്ഷീരപഥങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ദൈവത്തെ കണ്ടെത്താൻ പറ്റുമോ എന്ന് ആലോചിച്ചു നോക്കൂ. വൈലൽ അർളി കൈഫ സുത്തിഹത്ത, ഭൂമി എങ്ങനെയാണ് പരന്നു കിടക്കുന്നത്, ഉരുണ്ട ഭൂമി എങ്ങനെയാണ് പരന്നു കിടക്കുന്നത് നിങ്ങൾ പഠിച്ചു നോക്കൂ. സമുദ്രത്തിലേക്ക് നോക്കൂ. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന കോടാനുകോടി ജീവികളെക്കുറിച്ച്, സമുദ്രശാസ്ത്രത്തെക്കുറിച്ച് പഠനം നടത്തി നോക്കൂ. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പറയും സുബ്ഹാനക റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ. പടച്ചവനെ, ഇത് നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞ് ദൈവവിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ തൊട്ടുണർത്തിക്കൊണ്ട്, ചിന്തയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട്, മനുഷ്യരിൽ നിന്ന് പുതിയ പുതിയ ചോദ്യങ്ങളെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഇസ്ലാം ആത്മീയതയെ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം. എന്താ ഇത്രമാത്രം ചൂഷണം, എത്രമാത്രം വിമർശനത്തിന് ഇസ്ലാം വിധേയമാകുന്നത്? ഇപ്പൊ പറയണ എന്താ അറിയോ? ഞാൻ വെറുതെ സന്ദർഭോചിതമായി പറഞ്ഞ് സൂചിപ്പിച്ചു പോവാ. ഈ ഇസ്ലാമോഫോബിയ വല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, 2050 ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകും, കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകും. അപ്പം എന്താകും? ഇന്ത്യയിൽ, കേരളത്തിൽ മറ്റൊരു മതവിഭാഗത്തിനും ജീവിക്കാൻ കഴിയാത്ത അത്ര പ്രയാസകരമായി തീരും മുസ്ലിങ്ങൾ ഉണ്ടായാൽ. ആളുകൾക്കിടയിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാ. നിങ്ങൾ നോക്കുക, ലോകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തൊട്ടടുത്ത ബംഗ്ലാദേശ് മാത്രം, ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. തൊട്ടടുത്ത ബംഗ്ലാദേശിൽ 80% മുസ്ലിങ്ങളാ. 80% മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിലുള്ളത്. കഴിഞ്ഞ 10-13 വർഷമായിട്ട് ബംഗ്ലാദേശിലെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ 5 പേര് ഹിന്ദുക്കളാ. ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് 5 പേർ അവിടെ ഭരണാധികാരികളായിട്ട്, മന്ത്രിമാരായിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാ? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വിശാലമായ ദർശനമുണ്ട്. അത് മനുഷ്യർ എന്ന നിലയിൽ എല്ലാവരും ഒന്നാണ് എന്ന മാനവികതയുടെ ഒരു സന്ദേശമാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത്. പക്ഷേ അവിടെ ദൈവവിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണത്തെ ഇസ്ലാം കൃത്യമായി ഇല്ലാതാക്കുന്നു. അവിടെയാണ് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് വേണ്ടത്? എന്താണ് ഇസ്ലാം ലോകത്തുണ്ടാക്കിയ പരിവർത്തനം? ഒന്നാമത്തത് ഞാൻ സൂചിപ്പിച്ചു, മനുഷ്യരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. മനുഷ്യർ ഒന്നാണ് എന്ന ചിന്തയുണ്ടാക്കി. 2, മനുഷ്യരുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ചു. 3, മനുഷ്യരും ദൈവത്തിൻ്റെയും ഇടയിൽ ചൂഷകന്മാർക്കുള്ള അവസരങ്ങൾ ഇല്ലാതാക്കി. ഇവിടെ എന്താ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാറൽ മാർക്സ് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മതവിശ്വാസമുണ്ട് ലോകത്ത്. എന്താണത്? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ആത്മീയ ലോകത്ത് ശാന്തി കിട്ടണമെങ്കിൽ പള്ളിമേടകളിൽ നിന്ന് എഴുത്ത് വാങ്ങിയിട്ട് മൃതദേഹത്തിന്റെ കവളത്തൊട്ടിച്ചു കൊടുത്തിട്ട് അതിന് 5000-10,000 ഡോളറുകൾ കൊടുത്ത് അത് മൃതശരീരത്തിന്റെ മുഖത്തൊട്ടിച്ചു കൊടുത്ത് ഖബർസ്ഥാനിലേക്ക്, കുഴിമാടങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു മതദർശനമുണ്ട് ലോകത്ത്. എന്താ കാരണം? ഈ മനുഷ്യനെ മരണത്തിന്റെ ശേഷം, മരണാനന്തര ജീവിതത്തിൽ ആത്മീയമായ മോക്ഷം കിട്ടണമെങ്കിൽ പള്ളിമേടകളിൽ നിന്ന് മതപുരോഹിതന്മാരുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയാൽ മാത്രമേ
മനുഷ്യർക്ക് ആത്മീയ ലോകത്ത് മോചനം കിട്ടുകയുള്ളൂ എന്നൊരു വിശ്വാസം ലോകത്തുണ്ടാക്കിയെടുത്തു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് മനുഷ്യരെ നിങ്ങൾക്ക് വേദങ്ങൾ പഠിച്ചാൽ മനസ്സിലാവുകയില്ല. ഇതെല്ലാ മതത്തിന്റെ ആളുകൾ പറഞ്ഞു കൂട്ടിയതാണ് കേട്ടോ. ഇസ്ലാമിന്റെ, ഹൈന്ദവതയുടെ, ക്രൈസ്തവതയുടെ എല്ലാ മതത്തിൻ്റെയും മതപുരോഹിതന്മാർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു തെറ്റായ ധാരണയുണ്ട്. എന്താണത്? സാധാരണക്കാരായ, പിന്നോക്കവർഗക്കാരായ, താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് വേദങ്ങൾ പഠിച്ചാൽ മനസ്സിലാവുകയില്ല. എന്താ വേദമെന്ന് പറയുന്നത്? എന്താ ആത്മീയത എന്ന് പറയുന്നത്? പുരോഹിതന്മാരായ ഞങ്ങൾ പറഞ്ഞു തരും, അത് നിങ്ങൾ ഉൾക്കൊള്ളുക, അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി പഠിച്ചാൽ അത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ മലയാളക്കരയിലടക്കം താഴ്ന്ന ജാതിയിൽപ്പെട്ട തോട്ടിപ്പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ അലക്ക് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ശൂദ്രന്മാരായ ആളുകൾ, അവര് വേദങ്ങൾ കേട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴുക്കണം എന്ന ഒരു ദർശനം നിലനിന്ന നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്താ കാരണം? ആത്മീയത എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യർക്ക് പിടികിട്ടാത്തതാണ്. ഇത് നിങ്ങൾ വിചാരിക്കണ്ട ഇവിടെയുള്ള ഹൈന്ദവ ദർശനത്തിന്റെ ആളുകൾ മാത്രം പറഞ്ഞതാണെന്ന്. എല്ലാ മതത്തിലും പൗരോഹിത്യം കടന്നുകൂടാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി. എന്താണത്? നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുകയില്ല. മതത്തിന്റെ അധ്യാപനങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് പഠിച്ചാൽ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് അതാര് പറഞ്ഞു തരണം? പുരോഹിതന്മാരായ ഞങ്ങളത് പറഞ്ഞു തരും, നിങ്ങളത് മനസ്സിലാക്കുക, അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് ലോകത്ത് കടന്നു വന്ന മതങ്ങളുടെ മതപുരോഹിതന്മാർ മുഴുവൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തെറ്റിദ്ധാരണ ഇസ്ലാമിക സമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പുരോഹിതവർഗം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇസ്ലാം മനുഷ്യരെ മുക്തമാക്കിയിട്ടത്. മനുഷ്യരെ നിങ്ങൾക്ക് നേർക്ക് നേരെ സംവദിക്കുന്നതാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. എന്തിനാ വേദഗ്രന്ഥം നിങ്ങളോട് നേർക്ക് നേരെ സംവദിക്കുന്നത്? അത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള അടുപ്പമുണ്ടാക്കുവാനാണ്. അതിനിടയിൽ ചൂഷകന്മാർക്ക് അവസരങ്ങളില്ല. അങ്ങനെ ചൂഷകന്മാരില്ലാതിരുന്നാലുള്ള മെച്ചമെന്താ? മനുഷ്യർ സ്വതന്ത്രരാകും. ആരാധന രംഗത്ത്, ബൗദ്ധിക രംഗത്ത്, കർമ്മരംഗത്ത് എല്ലാം മനുഷ്യർ സ്വതന്ത്രരാകും. ഇങ്ങനെ സ്വതന്ത്രരാക്കി എടുത്തതാണ് ഇസ്ലാം ലോകത്ത് കൊണ്ടുവന്ന ആത്മീയ രംഗത്തെ പരിവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ തുടർന്ന് സൂചിപ്പിക്കുവാനുള്ളത്, ലോകത്ത് എല്ലാ കാലത്തും ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ രണ്ട് തരത്തിലുള്ള ശത്രുക്കൾ എല്ലാ കാലത്തും പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട്. അതിലൊന്നാമത്തേത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 948 ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രത്തെ ഉണ്ടാക്കിയിട്ട് ലക്ഷക്കണക്കിന് അറബികളെ ആട്ടിയോടിച്ച് കൊന്നൊടുക്കിയ അനുഭവം നമുക്കുണ്ട്. അതിൻ്റെ തൊട്ടു മുമ്പ് കുരിശ് യുദ്ധത്തിന്റെ 200 കൊല്ലക്കാലം നീണ്ടുനിന്ന കുരിശ് യുദ്ധത്തിലൂടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ചോരപ്പുഴ ഒഴുക്കിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ കയറിക്കൂടിയിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കുവാനുള്ള ശ്രമം നിരന്തരമായി നടന്നിട്ടുണ്ട്. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ലോകത്ത് നമ്മൾ കാണുന്ന കുറേ പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ ഉള്ളിൽ കയറിയിട്ട് നശിപ്പിക്കുക. എവിടെയാ കടങ്കൽ കത്തിവെക്കാൻ ശ്രമിച്ചത്? ഒരിക്കലും ഭക്തി ഇല്ലാത്തവരാക്കിയിട്ടല്ല. പ്രിയപ്പെട്ട സാധാരണക്കാരായ സഹോദരങ്ങളോട് മർക്കസുദ് ദഅവ മുജാഹിദ് പ്രസ്ഥാനത്തിന് ചിലത് സൂചിപ്പിക്കുവാനുള്ളത്, ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളൊന്നും ഒരിക്കലും മനുഷ്യരെ ഭക്തിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നശിപ്പിക്കുവാനുള്ള ശ്രമമല്ല നടത്തിയിട്ടുള്ളത്. മറിച്ച്
നല്ല ഭക്തന്മാരാക്കി വളർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് ദൈവികമായ വിശ്വാസത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുക. ഈ ശ്രമമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് തൊട്ടുടനെ, അധിക കാലം കഴിഞ്ഞിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് തൊട്ടുടനെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന് പറയുന്ന മനുഷ്യൻ ഈജിപ്തിലെയും യമനിലെയും സിറിയയിലെയും പള്ളികളിൽ പോയിരുന്നിട്ട് ഭക്തി നിർഭരമായ ക്ലാസ് എടുത്ത് അവസാനം മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാക്കി. ആ ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം സംഭവിച്ചത് മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നൊടുക്കുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോമ്പനുഷ്ഠിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത് മുസ്ലിം നാമധാരികളായ ആളുകളായിരുന്നു. എങ്ങനെ സംഭവിച്ചു? അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കി. എന്താ ഗ്രൂപ്പിസം? അദ്ദേഹം പ്രസംഗിച്ചത് പരലോകമാണ്. അദ്ദേഹം പ്രസംഗിച്ചത് താടി നീട്ടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അദ്ദേഹം പ്രസംഗിച്ചത് ഇസ്ലാമിക് അടയാളങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ചാണ്. പക്ഷേ അടുത്ത വാചകങ്ങൾ അതായിരുന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ കടങ്കൽ കത്തിവെക്കുന്ന സംസാരങ്ങളിൽ ഉണ്ടാക്കി. എന്നിട്ട് മുസ്ലിമീങ്ങളെ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അവസാനം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറയുന്ന അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ ഖലീഫയെ കൊന്നൊടുക്കുന്ന അവസ്ഥ, മുസ്ലിമീങ്ങളുടെ കരങ്ങളാൽ കൊന്നൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇത് കഴിഞ്ഞ 1400 വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചത്? അവിടെയാണ് പലരും വിചാരിക്കുന്നത്, ഇപ്പോൾ മർക്കസുദ്ദഅവ KNM വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് CP ഉമർ സുല്ലമിക്ക് പ്രസിഡന്റ് ആവാൻ വേണ്ടി ഒരു സംഘടന, മറ്റിടത്ത് വേറെ ആരൊക്കെയോ പ്രസിഡന്റ്, അവരങ്ങനെ. എന്നാൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം. എവിടെന്നാ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്? അല്പസമയം അത് സൂചിപ്പിക്കട്ടെ. ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരുന്നത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. 5-ാമത്തെ വർഷം, ഹിജ്റ 5-ാം വർഷമാണ് കൊടുങ്ങല്ലൂരിൽ സഹാബത്ത് കപ്പലിറങ്ങുന്നത്. നിങ്ങൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ, അല്ലെ കൊല്ലം വരെ സഞ്ചരിച്ചാൽ കുറേ പള്ളികൾ കാണാം. ആ പള്ളികളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ഖബറുകൾ കാണാം. റസൂലുള്ളാന്റെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ പ്രചരിച്ചു. ഈ രാജ്യത്ത് കേരളക്കരയിൽ ശിർക്ക് ഉണ്ടായിരുന്നില്ല. കേരളക്കരയിൽ മതപരമായ സ്പർദ്ധയുണ്ടായിരുന്നില്ല. നോക്കൂ, കേരളത്തിൽ കണ്ണൂരിൽ മാത്രമാണ് അറക്കൽ രാജവംശം എന്ന് പറയുന്ന നാമമാത്രമായ ഒരു മുസ്ലിം രാജവംശം ഉണ്ടായത്. വേറെ കേരളക്കരയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ജീവിച്ചത് ഇവിടെയുള്ള ഹൈന്ദവ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. പക്ഷേ ആ ഹൈന്ദവ രാജാക്കന്മാരും മുസ്ലിമീങ്ങളും തമ്മിലുണ്ടായിരുന്ന ബന്ധമെന്ന് പറയുന്നത് കുടുംബ ബന്ധത്തെക്കാൾ സുദൃഢമായ ബന്ധമായിരുന്നു. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളുടെ തൊട്ടപ്പുറത്താണല്ലോ ചാലിയം. ഇവിടെ നിന്ന് കടലുണ്ടി, പരപ്പനങ്ങാടി, പിന്നെ കടലുണ്ടി കഴിഞ്ഞാൽ ചാലിയം എത്തും അല്ലേ? ചാലിയത്ത് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ചരിത്ര രേഖയിൽ സൂചിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഖാലി മുഹമ്മദ് റഹിമഹുല്ല ചരിത്ര രേഖയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചാലിയത്ത് പോർച്ചുഗീസുകാരൊരു കോട്ട കെട്ടി. ആ കോട്ട കെട്ടിയിട്ട് ആ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സമയത്ത് സവർണനായ സാമൂതിരി ചക്രവർത്തി കോഴിക്കോട്ട് നിന്ന് സ്വന്തം സൈന്യവുമായിട്ട് പുറപ്പെട്ടു, നായർ പടയുമായിട്ട് പുറപ്പെട്ടു. ഒരു ഭാഗത്ത് വീരശൂര പരാക്രമികളായ കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം, മറ്റൊരു ഭാഗത്ത് നായർ പടയും സാമൂതിരിയും, രണ്ടു കൂട്ടരും കൂടി പോർച്ചുഗീസുകാരുടെ കോട്ട ആക്രമിക്കാൻ നിൽക്കുകയാണ്. അതിവൈകാരികമായ ആനന്ദദായകമായൊരു സംഭവം. എണ്ണത്തിൽ കുറവായ മുസ്ലിം സൈന്യം അക്രമത്തിന് വേണ്ടി എടുത്തു ചാടുമ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങളായ നായർപ്പട വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇറങ്ങരുത്, നിങ്ങൾ എണ്ണത്തിൽ കുറവാണ്, ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാം.
അവസാനം നായർപ്പട രംഗത്തിറങ്ങുകയും മുസ്ലിം സൈന്യം അവരെ സഹായിക്കുകയും ചെയ്ത് എന്നിട്ട് പോർച്ചുഗീസുകാരുടെ ചാലിയത്തെ കോട്ട നശിപ്പിച്ച് ആ കോട്ടയിൽ ഉണ്ടായിരുന്ന മരങ്ങൾ ഉപയോഗിച്ച് കോഴിക്കോട്ട് അതിപ്രശസ്തമായ പുരാതനമായ മിസ്കാൽ പള്ളിയുടെ മുകൾ ഭാഗം പണിതു കൊടുത്തത് മഹാനായ സാമൂതിരി ചക്രവർത്തിയായിരുന്നു. സൂചിപ്പിച്ചത് ഈ രാജ്യത്ത് കേരളക്കരയിൽ മതസ്പർദ്ധ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിരുന്നേയില്ല. എപ്പോഴാണ് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഇവിടെ പ്രചരിച്ച് 12-15 നൂറ്റാണ്ട് വരെ ഒരൊറ്റ വർഗീയമായ സംഘട്ടനത്തെ കേരളത്തിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. 1. 2, നിങ്ങൾ കേരളക്കരയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുക. ഏതെങ്കിലും ഉയർന്നു കിടക്കുന്ന ഒരു ജാറത്തിന്റെ ചരിത്രം 800 വർഷത്തിൽ അധികം പഴക്കമുള്ള ഒരൊറ്റ ജാറം കേരളക്കരയിൽ കാണാൻ കഴിയില്ല. കാരണം എന്താ? മഹാന്മാരായ സ്വഹാബത്തിനാൽ പ്രചോദിതമായി പ്രചരണം സൃഷ്ടിച്ച ഇസ്ലാമിക സമൂഹത്തിന് പോർച്ചുഗീസുകാർ 1500-ൽ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നത് വരെ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചരിത്രം കേരളക്കരയിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പോർച്ചുഗീസുകാർ ഇവിടെ ചെയ്തതെന്താ? ഇത് താനൂരാണല്ലോ, താനൂർ കടപ്പുറത്ത് വടകരയിൽ, അതുപോലെ തന്നെ ചാലിയത്ത്, ഈ കടലോര മേഖലകളിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ രക്തം കൊണ്ട് ചെഞ്ചായമണിയിക്കപ്പെട്ടതാണിത്. പോർച്ചുഗീസുകാരുടെ അക്രമം കൊണ്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ, മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ആട്ടിയോടിക്കാൻ കായികമായി വലിയ ശ്രമം നടത്തി. പക്ഷേ ആ കാലത്ത് കുഞ്ഞാലിമരക്കാന്മാരുടെ, മുസ്ലിം സേനയുടെ ധീരമായ ചെറുത്തുനിൽപ്പ് കാരണം പോർച്ചുഗീസുകാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. അവിടെയാണ് വൈദേശിക ശക്തികൾ സ്പെയിനിൽ നിന്ന് മുസ്ലിമീങ്ങളെ ആട്ടിയോടിച്ച അനുഭവത്തിൽ നിന്ന്, ബഗ്ദാദിന്റെ ഇസ്ലാമിക സാമ്രാജ്യത്തെ തകർക്കാൻ സാധിച്ചതിന്റെ അനുഭവ പാഠത്തിൽ നിന്ന് കേരളക്കരയിൽ പുതിയൊരു പാഠം പരീക്ഷിക്കുന്നത്. അവിടെയാണ് 2 പ്രസ്ഥാനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ്. ഒന്ന് ഷിയായിസവും മറ്റൊന്ന് സൂഫിസവും. ഇത് രണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളായ പോർച്ചുഗീസുകാരാണ്. എന്തിനു കൊണ്ടുവന്നു? മുസ്ലിം സമുദായത്തെ ഛിന്ന ഭിന്നമാക്കിയിട്ട് ഇവിടെ നശിപ്പിക്കണം. അങ്ങനെയാണ് 800 വർഷക്കാലം മുസ്ലിമീങ്ങൾ ഭരിച്ച സ്പെയിനിൽ 1% പോലും മുസ്ലിമീങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് സ്പെയിനിനെ ആക്കാൻ സാധിച്ചത്. അങ്ങനെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ലോകത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ വെല്ലുന്ന വിജ്ഞാന കേന്ദ്രമായിരുന്ന ബഗ്ദാദിനെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിച്ചത് അങ്ങനെയായിരുന്നു. അതേ അനുഭവം വെച്ചുകൊണ്ട് കേരളക്കരയിൽ മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി ഈ പിഴച്ച പ്രസ്ഥാനങ്ങളെ കൊണ്ടുവരുന്നത് വൈദേശിക ശക്തികളാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങൾ കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിൽ വീരശൂര പരാക്രമികളായ യോദ്ധാക്കളായിരുന്ന സാമൂതിരി ചക്രവർത്തിയുടെ ഇടവും വലവും നിന്ന് പടപൊരുതിയിരുന്ന മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് മാറ്റിയിട്ട് കൊണ്ടോട്ടിയിലേക്ക് വന്ന ഷെയ്ഖിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെ എത്തിച്ചു. ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അവിടെയാണ് ആദ്യത്തെ ഇസ്ലാഹി പ്രസ്ഥാനം. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം എവിടെയെന്ന് ചോദിച്ചാൽ അത് പൊന്നാനിയിലാണ്. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതൻ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം നമുക്ക് എഴുതാൻ കഴിയില്ല. കാരണം എന്താ? ഖബർ പൂജയെ മനുഷ്യൻ പള്ളി മൂലകളിൽ ഒതുങ്ങിക്കിടന്ന് ഹദ്ദാദ് റാത്തീബും അതുപോലെ തന്നെ ദിക്റുകളും ഔറാദുകളുമായി കഴിഞ്ഞുകൂടുന്ന സൂഫിസത്തെ ആദ്യമായി കേരളത്തിൽ നിശിതമായി വിമർശിക്കുന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയ. നിങ്ങൾ നോക്കൂ, ഇന്നും പൊന്നാനിയിൽ ചെന്നാൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഖബർ കെട്ടിപ്പൊക്കിയത് കാണാൻ കഴിയില്ല. എന്താ കാരണം? അദ്ദേഹം വസിയ്യത്ത് എഴുതി വെച്ചു മരിക്കുമ്പോൾ, എൻ്റെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ.
സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ ഖബർ മാഹിയിലെ ചോമ്പാൽ കുഞ്ഞിപ്പള്ളിയിലാ. നിങ്ങൾ ചെന്ന് നോക്കുക, അവിടെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ ഖബർ കെട്ടിപ്പൊക്കിയത് കാണാൻ സാധിക്കില്ല. കാരണം എന്താ? അദ്ദേഹം വസിയ്യത്ത് എഴുതി വെച്ചു, എന്റെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. മഖ്ദൂം കുടുംബമാണ് കേരളക്കരയിൽ ആദ്യമായിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വിത്ത് പാകിയത്. അതിന് നൈരന്തര്യമുണ്ടാക്കിയത് മമ്പുറം തങ്ങന്മാരാണ്. മഹാനായ മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ മമ്പുറത്തെ മിമ്പറിൽ കയറി നിന്ന് മലയാളത്തിൽ ഖുത്ബ നടത്തിയിട്ട് മനുഷ്യന് സുജൂദ് ചെയ്യുന്നതിനെ, മനുഷ്യനെ ശൈഖ്മാരാക്കിയിട്ട് അള്ളാഹുവിന്റെ ഇടയിൽ അടയാളന്മാരായിട്ട് കാണുന്നതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മലയാള ഭാഷയിൽ ഖുത്ബ നടത്തിയ സയ്യിദ് അലവിത്തങ്ങളുടെ ചരിത്രം മാറ്റി നിർത്തിയിട്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം രചിക്കാൻ നമുക്ക് സാധ്യമല്ല. അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങുന്നത്. വൈദേശിക ആധിപത്യത്തിന്റെ ഉപോൽപ്പന്നമായി വന്ന പിഴച്ച പ്രസ്ഥാനങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ടാണെങ്കിൽ അവിടെയും ഉണ്ടായിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെ, അല്ലാഹു അല്ലാത്ത ശക്തികളിലേക്ക് ആരാധനകളെ കൊണ്ടുപോകാനുള്ള കുൽസിതമായ ശ്രമത്തെയാണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ തന്നെ മമ്പുറം സയ്യിദ് അലവിത്തങ്ങളും അടങ്ങുന്ന പുരാതന പണ്ഡിതന്മാർ ഈ രാജ്യത്ത് നിർവഹിച്ചത്. എന്നാൽ കാലാന്തരത്തിൽ കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ തന്നെ മറുഭാഗത്ത് ഒരുപക്ഷെ ലോകത്ത് എവിടെയും ഇല്ലാത്ത രൂപത്തിൽ ശാസ്ത്രീയമായിട്ട് ശിർക്ക് പ്രചരിപ്പിക്കുവാനുള്ള നിരന്തരമായ പ്രചരണങ്ങളുമായിട്ട് ആളുകൾ രംഗത്ത് വന്നു. ചരിത്രത്തിന്റെ വിധിവൈരീപ്യം എന്ന് പറയുന്നത് പോലെ ആരാണോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവർ അവരെ ഖുറാഫാത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും വക്താക്കളായിട്ട് ആനയിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം, ലോകത്ത് ഇസ്ലാഹ് എന്ന് പറയുന്നത് പ്രവാചകന്മാർ ആരംഭിച്ചതാണ്. എന്തിനാ നൂഹ് നബി അലൈഹിസ്സലാം വന്നത്? ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ ശിർക്ക് കടന്നു വന്നപ്പോ വദ്ദിനെയും സുആയിനെയും യഊസിനെയും യഊക്കിനെയും ആരാധിക്കുന്ന മനുഷ്യരായിട്ട് മുസ്ലിമീങ്ങൾ മാറിയപ്പോ അവരിൽ ഇസ്ലാഹ് നടത്താൻ വേണ്ടിയാണ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതും വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, നിങ്ങളിൽ ഇസ്ലാഹ് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരഖിലവും ലോകത്ത് നിർവഹിച്ചത് ഈ ഇസ്ലാഹായിരുന്നു. ആർക്കിടയിൽ? കറകളഞ്ഞ തൗഹീദ് മാത്രമുള്ളവരായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ദുരന്തത്തിന് ശേഷം ലോകത്ത് ജീവിക്കുന്നത് കറകളഞ്ഞ മുവഹിദുകളായ മുഅ്മിനീങ്ങൾ മാത്രമായിരുന്നു. എല്ലാവരെയും അല്ലാഹു മുക്കിക്കൊന്നു. ബാക്കിയായത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളായ ആളുകളായിരുന്നു. പക്ഷേ എന്തിനാണ് അതിന്റെ ശേഷം പ്രവാചകന്മാർ വരുന്നത്? ഈ മുവഹിദുകളായ ആളുകൾക്കിടയിലേക്ക് ശിർക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഉറുമ്പ് കടന്നു വരുന്ന അരിച്ചിറങ്ങുന്നത് പോലെ വിശ്വാസികൾക്കിടയിലേക്ക് ശിർക്ക് കടന്നു വരുന്ന അനുഭവം ഉണ്ടായി. അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം, ഇസ്ലാഹ് ഓരോ പ്രവാചകന്മാരും നിർവഹിച്ചത്. ആ ഇസ്ലാഹ് തന്നെയാണ് കേരളക്കരയിൽ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയും മമ്പുറം തങ്ങളുമൊക്കെ നിർവഹിച്ചത്. ഇനി എന്താണ് കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യമെന്ന് ചോദിച്ചാൽ അതിലൊന്നാമത്തേത് ഈ പറഞ്ഞതുപോലെ വിശ്വാസികളെ നശിപ്പിക്കാൻ. ചരിത്രം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഒരുപക്ഷെ സായുധമായ എതിർപ്പുകൾ കൊണ്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കുവാൻ ലോകത്ത് സാധിച്ചതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ വിശ്വാസപരമായ അപജയങ്ങൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ നശിപ്പിച്ചത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം മുതൽ തുടങ്ങിയത് അങ്ങനെയാണ്. ഇവിടെയാണ് കേരളക്കരയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കിയപ്പോ ഒരുപാട് അപജയങ്ങൾ ഉണ്ടായി. ഞാനൊന്നുകൂടി ആവർത്തിക്കട്ടെ, ഇത് താനൂരാണല്ലോ. 921 മലബാർ കലാപം. എന്തായിരുന്നു മലബാർ കലാപം എന്ന് പറയുന്നത്? ഒരു സമുദായം അതിവൈകാരികമായി വൈദേശിക ആധിപത്യത്തോട്
വിരിമാറ് കാട്ടിക്കൊടുത്തുകൊണ്ട് പടപൊരുതിയിട്ടുള്ള ഐതിഹാസികമായ സമരത്തെയാണ് മലബാർ കലാപം എന്ന് പറയുന്നത്, നമുക്കറിയാമല്ലോ. പക്ഷേ അതിന്റെ പരിണിതി എന്തായിരുന്നു? ഈ താനൂർ കടപ്പുറത്ത്, പൊന്നാനിയിലെ കടപ്പുറത്ത് നൂറുകണക്കിന് കുട്ടികൾ അനാഥ മക്കളായിട്ട്, അവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയിൽ അനാഥ മക്കളുടെ ഒരു വലിയ ദുരന്തമാണ് മലബാർ കലാപത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. തീർന്നില്ല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ശേഷം ഡൽഹിയിലും ഉത്തരേന്ത്യയിലും എപ്രകാരമാണോ മുസ്ലിമീങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പട്ടാളം ആയുധം ഉപയോഗിച്ചത്, അതിനേക്കാൾ അതിശക്തമായിട്ട് ഈ മലപ്പുറത്ത് ഏറനാട്ടിൽ വള്ളുവ നാട്ടിൽ മാപ്പിള മക്കളെ കണ്ടിടത്ത് വെച്ച് വെടിവെച്ച് കൊല്ലാൻ ഉതകുന്ന മാപ്പിള ഔട്ടറേജസ് ആക്ട് 1921 ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കി. 50,000-ലേറെ മനുഷ്യരെ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ബ്രിട്ടീഷുകാർ നടുറോട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട് മാപ്പിള ഔട്ടറേജസ് ആക്ടിന്റെ പിൻബലത്തിൽ. കേരള മുസ്ലിം ഐക്യസംഘം എന്ത് നിർവഹിച്ചു എന്ന ചോദ്യത്തിന്, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ത് നിർവഹിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം 1921 മുതൽ 1930 വരെ 50,000 മനുഷ്യരെ ഈ നടുറോട്ടിൽ വെച്ച്, മലപ്പുറം ജില്ലയിലെ നടുറോട്ടിൽ വെച്ച് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നപ്പോ ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു സമുദായത്തെ, കേൾവിയും കേൾപ്പോരുമില്ലാത്തൊരു സമുദായമായിട്ട് മുസ്ലിം ഉമ്മത്ത് മാറിയപ്പോ അവിടെയാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന ബൗദ്ധികമായ ചിന്ത ആരംഭിക്കുന്നത്. മഹാനായ KM മൗലവിയും KM സീതി സാഹിബും അതുപോലെ തന്നെ EK മൗലവിയും അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും ഒരുമിച്ച് കൂടിയിട്ട് ആലോചിച്ചു, എന്താണ് ഇതിന് പരിഹാരം? അതിന്റെ പരിഹാരം രണ്ടെണ്ണമാണ്. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇങ്ങനെ അതിവൈകാരികമായി? അതിന്റെ കാരണം ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ അവർ തെറ്റിപ്പോയിരിക്കുന്നു. മറ്റൊന്ന്, അവർക്ക് ഒരു സംഘടിത രൂപമില്ലാതായി മാറിയിരിക്കുന്നു. ഒന്നാമത്തേതിന് പരിഹാരം കണ്ടു. അതാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. കേരളത്തിലെ മുസ്ലിമീങ്ങളെ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നിതാന്തമായ ശ്രമങ്ങൾ ആരംഭിച്ചു. മറുഭാഗത്ത് 1930-കളിൽ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനക്ക് രൂപം നൽകി. ഇന്ന് പലരും മുജാഹിദ് സമ്മേളനത്തിന് ഏതെങ്കിലും തങ്ങന്മാർ പങ്കെടുത്താൽ പലർക്കും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ മുസ്ലിം ലീഗിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം. ഞാനിത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രം എന്താ? 1920 മുതൽ 1921 മലബാർ കലാപം മുതൽ 1930 വരെ 50,000-ഓളം മനുഷ്യരെ മാപ്പിള ഔട്ടറേജസ് ആക്ടിന്റെ പേരിൽ നടുറോട്ടിൽ വെച്ച് ബ്രിട്ടീഷുകാരൻ കൊന്നൊടുക്കിയപ്പോ ചോദിക്കാനും പറയാനും ആളില്ല. ഒരു സംഘടിത രൂപം ഈ സമുദായത്തിനില്ല. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മഹാനായ KM മൗലവിയാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ ബീജാഭാവം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ആലോചന നടത്തുന്നത്. 1932 മലബാർ ജില്ലാ മുസ്ലിം ലീഗിന് രൂപം നൽകുന്നത് തലശ്ശേരിയിലെ പാരീസ് ഹോട്ടലിൽ വെച്ച് സത്താർ സേഠ് സാഹിബിന്റെ നേതൃത്വത്തിൽ KM സീതി സാഹിബിന്റെ കാർമ്മികത്വത്തിലാണ്. ചരിത്രമാരും മറന്നു പോകരുത്. മുജാഹിദുകൾ എന്താ ഈ നാട്ടിൽ നിർവഹിച്ച ദൗത്യം? ഒരേ സമയത്ത് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ചര്യയിൽ നിന്നും തെറ്റിപ്പോയപ്പോ അവരെ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, പ്രവാചകന്റെ ചര്യയിലേക്ക് തിരിച്ചു വിളിച്ചു. മറുഭാഗത്ത് ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത, കേൾവിയും കേൾപ്പോറുമില്ലാത്ത ഒരു സമുദായമായി മുസ്ലിം സമുദായം അധപ്പതിച്ചപ്പോ അവർക്ക് നാഥനുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ മുജാഹിദുകൾ രംഗത്ത് വന്നു.
ഇനി ഒന്നുകൂടി പറയട്ടെ, മുസ്ലിം സമുദായത്തെ നയിച്ചിരുന്നത് 920കളിൽ അല്ല, നീണ്ട പതിറ്റാണ്ടുകൾ മുസ്ലിങ്ങളെ നയിച്ചിരുന്നത് കുട്ടിച്ചാത്തനും ജിന്ന് സേവയും അതുപോലെ തന്നെ ചേക്കുട്ടിപ്പാപ്പയും ഒക്കെയാണ് മുസ്ലിം സമുദായത്തെ നയിച്ചിരുന്നത്. ഒന്ന് പറയട്ടെ, ലോകത്ത് മതങ്ങൾക്കുണ്ടായ മുഴുവൻ അപജയങ്ങളുടെയും കാരണം, ലോക ചരിത്രത്തിൽ മതങ്ങൾക്ക് മുഴുവൻ ഉണ്ടായ അപജയങ്ങളുടെ കാരണം പ്രകൃതി പ്രതിഭാസങ്ങളെ ആത്മീയ ഭയത്തിന്റെ മാർഗമായിട്ട് ഉപയോഗപ്പെടുത്തിയതാ. എന്തേ? ലോകത്ത് വലിയ സംസ്കാര സമ്പന്നമായ ഒരുപാട് സംസ്കാരങ്ങൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് അതിവിശാലമായ സംസ്കാര സമ്പന്നമായ അവസ്ഥ ഉണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയാ അധപ്പതിച്ചത്? ഇടിമിന്നലുകളെ പേടിച്ചുകൊണ്ട്, കൊടുങ്കാറ്റിനെ പേടിച്ചുകൊണ്ട്, പ്രകൃതി പ്രതിഭാസങ്ങളെ മുഴുവനും ദേവന്മാരുടെയും ദേവിമാരുടെയും കോപങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടാണ് പൗരോഹിത്യം അവരെ നശിപ്പിച്ചത്. ഇതേ നാശം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇടിമിന്നലുകളെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നില്ല, മറിച്ച് ജിന്നിനെ കുറിച്ചും ചേക്കുട്ടിപ്പാപ്പയെ കുറിച്ചും അതുപോലെ തന്നെ പൈശാചിക ബാധകളെ കുറിച്ചും പറഞ്ഞുകൊണ്ടായിരുന്നു. ഒന്നുകൂടി പറയട്ടെ, 924 കേരളത്തെ ഗ്രസിച്ചിരുന്ന ഒരു ദുരന്തമുണ്ട്, കോളറ. ഒരുപക്ഷേ തിരൂരങ്ങാടി യത്തീംഖാന എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന് ബീജാഭാവം നൽകാൻ കാരണമായത് 924 ആ കോളറയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു. ചികിത്സിക്കാൻ സന്നദ്ധമല്ല മുസ്ലിം സമുദായം, മറിച്ച് മങ്കൂസ് മൗലൂദ് ഓതിയിട്ട് പതാക പിടിച്ചിട്ട് കൂക്ക് വിളിച്ച് നടക്കുന്ന ഒരു മുസ്ലിം സമുദായത്തിന്റെ ചിത്രമുണ്ടായിരുന്നു ഇവിടെ. ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും നേർച്ചയാക്കിയിട്ട് അത് മാത്രം അവലംബമാക്കിയിരുന്നൊരു ചരിത്രമുണ്ടായിരുന്നു ഇവിടെ. അവിടെയാണ് മുസ്ലിം സമുദായത്തെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ എന്താണ് മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ നടത്തിയിട്ടുള്ള നിർവഹിച്ച പ്രബോധനത്തിന്റെ ഒന്നാമത്തെ ദൗത്യം എന്നറിയുമോ? എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായതെന്നറിയുമോ? അത് ഒന്നാമത്തെ ലക്ഷ്യം, മുസ്ലിമീങ്ങൾ ഈ നാട്ടിൽ ആത്മീയമായി ചൂഷണം ചെയ്യപ്പെടുന്നു. അത് ചേക്കുട്ടിപ്പാപ്പയുടെയും കുട്ടിച്ചാത്തന്റെയും ഒടിയന്റെയും പേരിലാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. ജിന്ന് കയറിയിട്ടുള്ള, പിശാച് ബാധയേറ്റിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്നത് പിശാച് ബാധയേറ്റിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മമ്പുറത്തെ ജാറത്തിലേക്ക്, അതുപോലെ തന്നെ കേരളക്കരയിലെ മിക്കവാറും ജാറങ്ങളിലേക്ക് കൊടിയേന്തിയിട്ട് മങ്കൂസ് മൗലൂദ് ഓതിയിട്ട് പോയിരുന്ന, ഹദ്ദാദ് റാത്തി ഓതിയിട്ട് പോയിരുന്ന ഒരു സമുദായത്തോട് തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പഠിപ്പിക്കാനാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന കേരളക്കരയിൽ രൂപീകൃതമായത്. അതായിരുന്നു ലക്ഷ്യം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇത്രമേൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തിനാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾ വിജയിക്കും. എവിടെ വിജയിക്കും? പരലോകത്ത് മാത്രമല്ല, ഇഹലോകത്തും നിങ്ങൾ വിജയിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴടങ്ങുമെന്ന് പറയുന്നത്. അതുകൊണ്ട് പരലോകത്ത് സ്വർഗം കിട്ടാൻ മാത്രമല്ല, ദുനിയാവില് നിർഭയത്വമുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്മീയത പ്രചോദിതമാകുന്ന നിർഭയത്വം എന്ന് പറയുന്നത്? അത് പരലോകത്ത് സ്വർഗത്തിലുള്ള നിർഭയത്വം മാത്രമല്ല, മറിച്ച് ദുനിയാവിലെ നിർഭയത്വമാണ്. ആ നിർഭയത്വം എങ്ങനെയാ കിട്ടുക? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ
വഹും മുഹ്തദൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടാകണം. അതാണ് മഹാനായ KM മൗലവി തന്റെ പുരുഷായുസ് മുഴുവനും പ്രബോധനം നടത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വിജയിക്കും. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. നിങ്ങൾക്ക് ചേക്കുട്ടിപ്പാപ്പയെ പേടിച്ച്, കുട്ടിച്ചാത്തന്റെ സേവയെ പേടിച്ച്, ജിന്ന് ബാധയെ പേടിച്ച് ആരെങ്കിലും ഒരു മുട്ടയുടെ കരിക്കിന്റെ മുകളിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ അതിന്റെ പേരിൽ എന്തെങ്കിലും ദുരന്തമുണ്ടാകുമെന്ന പേടി വെച്ച് ജീവിതത്തെ നിർഭയത്വം നശിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് ഇതിൽ നിന്നെല്ലാം മുക്തമായിട്ട് നിർഭയത്വമുള്ള ഒരു വിശ്വാസം അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു KM മൗലവിയുടെ, KM മൗലവിയുടെ, ഹമദാനി തങ്ങളുടെ, മഹാനായ അമാനി മൗലവിയുടെ, സെയ്ദ് മൗലവിയുടെ എല്ലാവരുടെയും പ്രബോധനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതായിരുന്നു. അങ്ങനെ വന്നപ്പോ ഫറൂഖ് കോളേജ് ഉണ്ടായി, അങ്ങനെ വന്നപ്പോ PSMO കോളേജ് ഉണ്ടായി. എന്തേ അതിന് കാരണം? ആത്മീയമായ ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യർ മുക്തമായപ്പോ ബൗദ്ധിക മണ്ഡലത്തിൽ അവർ വിജയിച്ചു. ഫറൂഖ് കോളേജ് വെറുതെ ഉണ്ടായതല്ല, PSMO കോളേജ് വെറുതെ ഉണ്ടായതല്ല, മറിച്ച് മനുഷ്യരെ ആത്മീയമായ ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാക്കിയപ്പോ അവർ ചിന്തിക്കാൻ തുടങ്ങി, ആലോചന തുടങ്ങി. അവർ നഫീസത്ത് മാല മാറ്റിവെച്ച് NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങി. അവർ കിസ്സപ്പാട്ടുകൾ മാറ്റിവെച്ചിട്ട് ഖുർആൻ പരിഭാഷകൾ വായിക്കാൻ തുടങ്ങി. ഖുർആൻ പരിഭാഷകൾ വായിച്ചപ്പോ അവർക്ക് മനസ്സിലായി, രസതന്ത്രം പഠിക്കാത്ത, കെമിസ്ട്രി പഠിക്കാത്ത, ബയോളജി പഠിക്കാത്ത വിശ്വാസം അപൂർണമായിരിക്കും. എന്താ കാരണം? ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. മനുഷ്യരെ വിജ്ഞാനമുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാകുമോ? കേരളക്കരയിലെ മുസ്ലിം സമുദായത്തിന്റെ വൈജ്ഞാനികമായ മുന്നേറ്റത്തിന്റെ പ്രചോദിതമായ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യർ മുക്തമായതാണ്. അങ്ങനെ മുക്തമായപ്പോ വിദ്യാഭ്യാസ മേഖലയിലും പൊതുരംഗത്തുമൊക്കെ മുസ്ലിമീങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങി. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഒക്കെയും ഈ സമുദായത്തെ പിറകോട്ട് വലിക്കാനുള്ള ശക്തികൾ അന്നൊക്കെയും ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചല്ലോ, 921 24 കോഴിക്കോട്ട് വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രൂപീകരണം നൽകുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഒരു ഏകീകൃത രൂപമുണ്ടാകണമെന്ന സന്ദേശവുമായിട്ട് പ്രചരണം തുടങ്ങിയപ്പോ അതേ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്താ തെളിവ്? എന്താ തെളിവ് ഇങ്ങനെ നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ, ഇങ്ങനെ ഒരു ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കാൻ എന്താ തെളിവ്? അപ്പോ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതി കൊടുത്തു. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകണം, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായം, ഒരു കൂട്ടം ഉണ്ടാകണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കൊടുത്തപ്പോ ആയത്തല്ല ഞങ്ങൾക്ക് ആവശ്യം. നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ അതിന്റെ 1-ാം തീയതി മുതൽ തുടങ്ങിയത് എന്താണെന്നറിയോ? ഖുർആനിന്റെ ആയത്തല്ല ഞങ്ങൾക്ക് ആവശ്യം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇബാറത്തുണ്ടെങ്കിൽ അതാണ് ആവശ്യമെന്ന് തുടങ്ങിയത് CD ടവറിൽ എന്ന് പറഞ്ഞ ആശയമല്ല. അത് കോഴിക്കോട്ട് വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ അതിനുവേണ്ടി വിളിച്ച യോഗത്തിൽ ആദ്യമായി ചോദിച്ച ചോദ്യം അതായിരുന്നു, നിങ്ങൾ ഖുർആൻ ആയത്തല്ലേ ഓതുന്നത്? ഖുർആൻ ആയത്തല്ല ഞങ്ങൾക്ക് ആവശ്യം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇബാറത്തുണ്ടോ എന്നതാണ്. നിരന്തരമായിട്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം ഈ പോരാട്ടമാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയത്. എന്ത്? ഈ വെളിച്ചത്തിൽ നിന്ന് ആളുകളെ ഇരുട്ടിലേക്ക് നയിക്കുന്ന ശക്തികളെ, അവരെ പരാജയപ്പെടുത്താൻ, മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിലൊന്നാമത്തെ വെളിച്ചമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും അഭൗതികമായ രൂപത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ലോകത്ത് അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള വിശ്വാസത്തെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത്, തൗഹീദ് കൊണ്ട് അർത്ഥമാക്കുന്നത്.
എന്നാൽ നിങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹു മാത്രമല്ല, മറിച്ച് മഹാന്മാരായ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ, ആരിഫീങ്ങൾ ഇവരുണ്ട്. ഇവരോടുകൂടി തേടിയെങ്കിലേ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവൂ. ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനങ്ങളാണ് ഇന്നും മനുഷ്യരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഇരുട്ട്? ഒരുപക്ഷെ ഭൗതികമായ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ആളുകൾ പോലും ആത്മീയമായി മനുഷ്യരെ ഇരുട്ടിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ കേൾക്കുന്ന മായാവി കഥകൾ അല്ലേ? ഇസ്ലാമിന്റെ പേരിലാണ് മായാവി കഥകൾ പ്രചരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലങ്കാദഹനത്തിന് വേണ്ടി പോകുന്ന കഥ മഹാഭാരതത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും രസകരമായ കഥകളാണ് മതവേദികളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സുഹൃത്ത് ഫ്ലൈറ്റ് കയറി, അദ്ദേഹത്തിന് ഷാർജയിലാണ് ഇറങ്ങേണ്ടത്. ഷാർജയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറി, അയാളുടെ ജോലി അവസാനത്തെ ദിവസമാണ്. അന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വിസ ക്യാൻസലായി പോകും. അങ്ങനെ നോക്കുമ്പോഴാണ് ഫ്ലൈറ്റിൽ നിന്ന് ക്യാപ്റ്റൻ്റെ അനൗൺസ്മെന്റ്, കാലാവസ്ഥ ശരിയല്ല, നമ്മൾ ഇന്ന് അബുദാബിയിലേക്കാണ് ഇറങ്ങുക. ഇയാളാകെ പേജാറായി, പേടിച്ചു, പടച്ചോനെ എൻ്റെ ജോലി പോയത് തന്നെ. ഉടനൊരൊറ്റ ഫാത്തിഹയാണ്. കോഴിക്കോട് ജില്ലയിൽ അവസാന കാലഘട്ടമാകുമ്പോൾ മാനസികമായിട്ട് സ്ഥിരതയില്ലാതെ മരിച്ചു പോയൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേരിലേക്ക് ഒരൊറ്റ യാസീൻ ഓതി കിടന്നുറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ CM മടവൂരെന്ന് പറയുന്ന ആ മനുഷ്യനതാ ഫ്ലൈറ്റിന്റെ മുഖം തിരിച്ചുകൊണ്ട് ഇങ്ങനെ അബുദാബിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിനെ നേരെ തിരിച്ച് ഷാർജയിലേക്ക് ഇറക്കുന്നു. ഇത് മതവേദിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളാ. ഈ മായാവി കഥകൾ പറഞ്ഞിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുന്നു. ചില്ലറക്കാരൊന്നുമല്ല. ഭൗതിക വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ച ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള മായാവി കഥകൾ ആത്മീയതയുടെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യമെന്നത് ഈ മായാവി കഥയുടെ വക്താക്കളിലേക്ക് ഇസ്ലാമിന്റെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കരുത്. അള്ളാഹുവിന്റെ കലിമത്തിനെ മുറുകെ പിടിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിക്കുന്ന, അള്ളാഹു അല്ലാത്തൊരു ശക്തിയെയും ഭയപ്പെടാത്ത മുവഹിദുകൾ അവരായി തീരണം കേരളത്തിലെ മുസ്ലിമീങ്ങൾ. പക്ഷേ നേരത്തെ ചരിത്രം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ലോകത്ത് ചൂഷണങ്ങളുടെ നടുവിലേക്ക് ഏകാന്തനായി കടന്നു വന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണലാരണ്യത്തിൽ കഅബാലയത്തിന്റെ പുറത്ത് പോയിട്ട് സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദ് ചെയ്യുന്നതിനിടയിൽ പരടിയിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു വെച്ചിട്ടുണ്ട് ശത്രുക്കൾ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അവസാനം ഹിജ്റ 10ാമത്തെ വർഷം അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ മക്കയിലെ മനുഷ്യർ മുഴുവൻ ഇസ്ലാമിന്റെ പതാകക്ക് കീഴിലേക്ക് വന്നിരുന്നു. 1,00,000-ലേറെ സഹാബത്താണ് റസൂലുള്ളാന്റെ അറഫ പ്രസംഗം കേൾക്കാൻ തയ്യാറായിരുന്നത്. അതിശക്തമായ ഒരു സമൂഹമായിട്ട് മുസ്ലിം സമുദായം മാറി. പക്ഷേ ആ മുസ്ലിം സമുദായത്തെയാണ് 15 വർഷം 10-20 വർഷം കഴിയുമ്പോഴേക്ക് സ്വന്തം ഖലീഫയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്തിച്ചത്. അതേ ശത്രുക്കൾ അടങ്ങിയിരുന്നിട്ടില്ല. ആ ശത്രുക്കളാണ് 924-ൽ 920-കളിൽ മാപ്പിള ഔട്ടർജസ് ആക്ടിന്റെ പേരിൽ മലബാറിന്റെ റോഡരികിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ കൊന്നെടുക്കപ്പെട്ടപ്പോ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവരെ വൈജ്ഞാനികമായി ഉയർത്തിക്കൊണ്ടുവന്ന് വിശ്വാസപരമായി ഉയർത്തിക്കൊണ്ടുവന്നൊരു സമൂഹമാക്കി മാറ്റിയപ്പോ ഇവിടെ രക്ഷപ്പെടാൻ, ഇവിടെ വീണ്ടും ഇരുട്ടിലേക്ക് നയിക്കണമെങ്കിൽ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഇരുട്ടിന്റെ ശക്തികൾ ഇസ്ലാഹി പ്രസ്ഥാനത്തെ പോലും പിറകോട്ട് നയിക്കാൻ ശ്രമിച്ചു. ആ ശ്രമമാണ് നമ്മൾ ഇന്ന് കാണുന്നത്.
എന്താണത്? എന്തിനാ ഇസ്ലാഹി പ്രസ്ഥാനം വന്നത്? ചേക്കുട്ടി പാപ്പയുടെയും കണ്ണേറിന്റെയും ജിന്നുബാധയുടെയും അതുപോലെ തന്നെ ചെകുത്താൻ കൂടലിന്റെയും അന്ധവിശ്വാസങ്ങളിൽ ആണ്ടുകിടന്നിരുന്ന ഒരു സമുദായത്തെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്താനായിരുന്നു. എന്നാൽ നമ്മൾ കാണുന്നത് 990-കൾക്ക് ശേഷം 2000-ന്റെ ശേഷം നമ്മൾ കാണുന്നത് അതേ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്ന് പ്രസംഗമാണ്. എന്ത്? ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭാര്യമാർ രാത്രികാലങ്ങളിൽ മഗ്‌രിബിന്റെ ശേഷം പുറത്തിറങ്ങിയാൽ അവരെ ജിന്ന് പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ പ്രസംഗിച്ചു. എന്ത്? എൻ്റെ ഉമ്മാന്റെ അടുത്ത് ജിന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. എന്തിനാ ഇസ്ലാം? എന്താണ് ഈമാൻ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. നിർഭയത്വമാണ് തൗഹീദ് മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ മനുഷ്യരുടെ മെച്ചമെങ്കിൽ അതിന്റെ കടങ്ങൾ കത്തിവെച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രചരണം നടത്തി. എന്താണത്? ഈ നാട്ടിൽ ജിന്ന് എന്ത് ചെയ്യും? മനുഷ്യരെ ഉപദ്രവിക്കാൻ തുടങ്ങും. മനുഷ്യ സ്ത്രീകളുമായിട്ട് ജിന്നുകള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. തീർന്നില്ല, മനുഷ്യൻ എന്തെന്ത് പ്രവർത്തനം നടത്തുമ്പോഴും അവിടെയൊക്കെ ജിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഗ്‌രിബിന്റെ ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ നിങ്ങളൊരു വെള്ളം, ചൂടുവെള്ളം പോലും ഒഴുക്കിക്കളയാൻ പാടില്ല, അവിടെയൊക്കെ ജിന്നുണ്ടാകും. ഇത്തരത്തിൽ 920-കളിൽ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് എന്തൊരു അന്ധവിശ്വാസത്തെയാണോ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിന്ന് ഉച്ചാടനം ചെയ്തത്, അതേ അന്ധവിശ്വാസത്തിലേക്ക് മുസ്ലിം സമുദായത്തെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ നാട്ടിലെ വിസ്റ്റം സഹോദരങ്ങൾ, ഞാനിത് പേരെടുത്ത് പറയുന്നത്, ഈ നാട്ടിലെ പൊതുജനങ്ങൾ പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് വയല് കേൾക്കുന്നത് ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടിട്ടായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഇതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. സഹോദരങ്ങളെ, ഡ്യൂപ്ലിക്കറ്റാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട വിസ്റ്റം സഹോദരങ്ങളോട് വിനയാന്വിതമായി ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾക്ക് ഈമാനിന്റെ പേരിൽ കിട്ടുന്ന നിർഭയത്വം എവിടെയാണ്? ശരീരത്തിലേക്ക് ജിന്ന് കയറുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്ന നിർഭയത്വത്തിന്റെ അർത്ഥമെന്ത്? മറ്റൊരു ഭാഗം കൂടിയുണ്ട്. എന്താണ്? ഇപ്പൊ ബഹുമാനപ്പെട്ടൊരു മൗലവി, പാവം, അയാൾ പഠിച്ചതനുസരിച്ച് മിമ്പർമ കയറിയിട്ടൊരു ഖുത്ബ നടത്തി. എന്താ ഖുത്ബ? അയാൾ നേരത്തെ മഹാനായ KP മുഹമ്മദ് മൗലവിയുടെ, സെയ്ദ് മൗലവിയുടെ ഒക്കെ പ്രസംഗം കേട്ടിട്ടുള്ള ഒരാളാണ്. അയാൾ മിമ്പർമെന്ന് പറഞ്ഞു, ഈ മനുഷ്യരുടെ ശരീരത്തിലേക്ക് ജിന്ന് കയറുമെന്ന്, എന്തെങ്കിലും അഭൗതികമായ രൂപത്തിൽ ഒരു ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റുമെന്നൊക്കെയുള്ള വിശ്വാസം ഇസ്ലാമിന്റെ തൗഹീദിന് ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നൊരു സമൂഹത്തിന്റെ പണ്ഡിത സംഘടന അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പറഞ്ഞത് തെറ്റാണ്, തിരുത്തണം. ഈ പ്രദേശത്ത് CD ടവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന KNM-ന്റെ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ വിനയാന്വിതനായിട്ട് എൻ്റെ ഒരു ചോദ്യം, നിങ്ങളും വിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളും ഈ നാട്ടിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ സമസ്തക്കാർക്ക് പറയാനുള്ളത്? അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കാം, അല്ലേ? അങ്ങനെ തന്നെയല്ലേ വിശ്വാസം കേരളത്തിലെ സമസ്തക്കാരുടെ? മഹാനായ മൊഹീദ്ദീൻ ഷേഖിനോട്, മഹാനായ CM വലിയുല്ലാഹിയോട് അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കാം. അവര് കാണണമെന്നില്ല, അവർ അദൃശ്യമായി നിൽക്കുമ്പോഴും അവരോട് ചോദിക്കാം. എന്താ CD ടവറും വിഷ്ടവും ഒക്കെ വിശ്വസിക്കുന്നത്? ഒരു പ്രദേശത്ത് കൂടി നടന്നു പോകുമ്പോൾ അവിടെ കാണാൻ സാധ്യതയില്ലാത്ത അദൃശ്യരായി നിൽക്കുന്ന ജിന്നുകളുണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാം. അത് ശിർക്കല്ല, അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കുകയാണ്. കൂട്ടരെ,
കോഴിക്കോട് കടപ്പുറത്തൊരു ഐക്യ സമ്മേളനം നടത്തുക. സമസ്ത കേരള ജംഇയ്യത്തുൽ കേരള നദുവത്തുൽ മുജാഹിദീൻ CD ടവറും വിസ്റ്റവും ഒക്കെ കൂടിയിട്ട് സംയുക്തമായിട്ടൊരു ഐക്യ സമ്മേളനം നടത്തിയാൽ കേരളത്തിൽ ഒരുപാട് ശല്യം ഒഴിവായി കിട്ടും. അത്രേ ആ വിഷയത്തിൽ മർക്കസു ദഅവ KNM പറയാനുള്ളൂ. നമുക്ക് പറയാനുള്ളത്, നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഒരു കുട്ടിച്ചാത്തനെയും പേടിക്കാത്ത, ഒരു പിശാചിനെയും പേടിക്കാത്ത, ഒരു ജിന്നുബാധയെയും പേടിക്കാത്ത, രാവിലെ എഴുന്നേറ്റ് പുറത്തു നിൽക്കുമ്പോൾ ഒരു മുട്ടയുടെ മുകളിൽ, ഒരു കരിക്കിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ നശിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ് എന്ന് വിശ്വസിച്ച് വറളി പൂണ്ട് ബേജാറായി നടക്കുന്നതിൽ നിന്ന് മാറിയിട്ട് അല്ലാഹുവേ നീ തന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ തരാൻ ആരുമില്ല എന്ന അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം അത് മനുഷ്യർക്ക് സ്ഥൈര്യം നൽകും, മനുഷ്യർക്ക് ഉറപ്പ് നൽകും, വിശ്വാസത്തിന്റെ ദൃഢത നൽകും. ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മർക്കസു ദഅവ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളക്കരയോട് പ്രബോധനം ചെയ്യാനുള്ളത്. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് എതിരായിട്ടുള്ള സന്ദേശമല്ല, മറിച്ച് മനുഷ്യരെ മുഴുവനും ഒന്നിച്ചു കാണുവാനും പടച്ച തമ്പുരാന്റെ അടിമകൾ എന്ന നിലയിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുവാനാണ് ഈ ക്യാമ്പയിൻ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ഇതുമായിട്ട് മുഴുവൻ സഹോദരങ്ങളും സഹകരിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.